ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സങ്കീർത്തനങ്ങളിൽ ആഴമായി അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തരണേ. അങ്ങനെ ആഴമായ ഒരു ആത്മാവിൻ്റെ ദാഹത്തോടു കൂടി സങ്കീർത്തനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിച്ച് ഇന്നലെ നമ്മൾ പാടി പ്രാവശ്യം ആഴം ആഴത്തെ വിളിക്കുന്നു വെള്ളച്ചാട്ടങ്ങളുടെ ഇരവിൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എന്റെ മീതെ കടന്നു പോകുന്നു. അത് പാടണം കേട്ടോ. ഓക്കെ, നമ്മുടെ ധ്യാനത്തിൻ്റെ ഏറ്റവും നിർണായകമായ വിഷയങ്ങളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും പ്രധാനമായ രഹസ്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ജ്ഞാനം, വിശ്വാസം, പ്രാർത്ഥന, സഹനം. ഈ സഹനത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇനി സമയമുണ്ടെങ്കിൽ പറയാം. അതുവരെയ്ക്ക് നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് കയറാം. അതിൻ്റെ ഇടയ്ക്ക് അത് വന്നോളും. ഇനി ബാക്കിയുള്ളത് എല്ലാം ഇനി അടുത്ത സബ്ജക്റ്റുകളിൽ മിക്സാവും. വിശ്വാസം, ജ്ഞാനം, പ്രാർത്ഥന, സഹനം, ഇതെല്ലാം ഇനി ഒന്നിച്ച് ഒരു ഉപ്പിരി ചരട് പോലെ അങ്ങ് പോകാൻ പോവുകയാണ്. എങ്കിലും ജ്ഞാനത്തിൻ്റെ കുറച്ചുകൂടി ഭാഗമാണ് ഇപ്പോൾ പറയേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം നമുക്കൊന്ന് തുറക്കാം. അതിൽ ആദ്യത്തെ വചനം തന്നെ പറയുന്നത് ദൈവനീതിയെക്കുറിച്ചാണ്. ജ്ഞാനം അധ്യായം 1:1. ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ. എല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തിയിട്ട് പറഞ്ഞ് ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ. ഇവിടെ ദൈവനീതിയെ കുറിച്ചാണ് പറയുന്നത്. ദൈവനീതി നമ്മളിപ്പോ ഓർക്കാം. മത്തായി 6:33 എന്താ പറയുന്നത്? ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും, ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ളതും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കൂട്ടിച്ചേർക്കലല്ല. വാസ്തവത്തിൽ ദൈവരാജ്യത്തിൻ്റെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്താണ്? നിത്യജീവൻ എന്ന് പറയുന്നത് ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവ്. എന്താണ് അന്ധകാരം? അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. അന്ധകാരം എന്നവിടെ പറയുന്നത് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഡാർക്ക്നെസ് അല്ലല്ലോ, മറിച്ച് മനുഷ്യന്റെ അജ്ഞതയാണ്. മനുഷ്യന്റെ പ്രധാനപ്പെട്ട അജ്ഞത എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ദൈവത്തെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ദൈവം നമ്മളിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ദൈവം രക്ഷാകര പദ്ധതികളെല്ലാം നടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഇനിയും നമുക്ക് വളരേണ്ടിയിരിക്കുന്നു. അതൊരു പ്രോസസ്സാണ്. നമുക്കൊരു സുപ്രഭാതത്തിൽ അതിങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അത് സമയവും പരിശ്രമവും പ്രാർത്ഥനയും ത്യാഗവും എളിമയും പുണ്യവും പ്രാർത്ഥനയും എല്ലാം വരുമ്പോൾ ഇങ്ങനെ
സാവധാനം ഉരുപ്പെട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മളുടെ പ്രധാനമായിട്ട് ആവശ്യമായിട്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിലെ ഒരു പ്രധാന ഘടകമാണ് ദൈവരാജ്യവും അവിടുത്തെ നീതിയും. ദൈവരാജ്യത്തിൻ്റെ നീതി എന്താണ്? അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നീതി നമ്മൾ സാധാരണ മാനുഷിക നീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയും സഹനത്തിലൂടെയും മാത്രമേ നമുക്ക്, വിശ്വാസത്തിലൂടെയും മാത്രമേ നമുക്ക് വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. വെളിപ്പെടുത്തപ്പെടുന്നു എന്ന് പറഞ്ഞതിനർത്ഥം മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായൊരു കാര്യമാണ്. മനുഷ്യ മനസ്സിൻ്റെ ശക്തി കൊണ്ട് അതൊരിക്കലും വെളിപ്പെടുത്തി കിട്ടുകയില്ല. വെളിപ്പെടുത്തി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം തന്നെ തൻ്റെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നമ്മൾക്ക് മനസ്സിൽ ആക്കി തരുന്നു, മനസ്സിൽ ഉൾക്കൊള്ളിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ 118-ാം സങ്കീർത്തനങ്ങളിൽ പല പ്രാവശ്യം പാടിയ ഒരു വചനമാണ്, ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. പണിക്കാറുപേക്ഷിച്ചു കലഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. നീതിയുടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക, അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനോട് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കവാടം. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ. ഐ ആം ദ ഡോർ. എത്ര വചനം? 10-ാം അധ്യായത്തിൽ ഞാനാണ് വാതിൽ. 7-ാമത്തെ വചനം വായിച്ചെല്ലാവരും. 9. ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനാണ് വാതിൽ. എന്താ അതിൻ്റെ അർത്ഥം? ഞാനാണ് നീതിയുടെ വാതിൽ. അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാറുള്ളത്. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. അപ്പോൾ നീതിയുടെ വാതിൽ, ആ നീതിയിലേക്ക് പ്രവേശിക്കുന്നതും ആ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുമുള്ള ജ്ഞാനമാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്, ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ. തുടർന്ന് 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. എല്ലാവരും ഒന്ന് കരമുയർത്തിയിട്ട് പറയുക, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ
സ്പർശിക്കുകയില്ല. അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ഈ ദൈവരാജ്യത്തിന്റെ ആ നിത്യജീവനിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരവസ്ഥയിൽ മരണാനന്തരത്തിന്റെ അവസ്ഥയാണ് എങ്കിലും അതിവിടെ തന്നെ ആരംഭിക്കണം. ഇവിടെ ആരംഭിക്കാത്ത ഒരു നീതി മരിച്ച ശേഷവും നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതിവിടെ ആരംഭിച്ചിരിക്കുന്നു. അത് യേശുക്രിസ്തുവിലൂടെ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഒരുപാട് സ്ഥലത്ത് ഈ നീതിയെക്കുറിച്ച് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. 12:16 ജ്ഞാനം 12:16 വായിച്ച്. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. എല്ലാറ്റിന്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. പറഞ്ഞുകൊണ്ട് 12:16 അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. ഒന്നുകൂടി ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. നമ്മൾ ആദ്യം തന്നെ സർവാധിപ ശക്തിയെ കുറിച്ച് മനസ്സിലായില്ല. സർവാധിപനാണ് ദൈവം. ആ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അതാണ് നീതിയുടെ ഉറവിടം. പരിശുദ്ധാത്മാവേ നീ അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. അതുകൂടി എല്ലാവരും ശബ്ദമുയർത്തിയിട്ട് പറഞ്ഞ് അതൊന്ന് സ്വീകരിക്കുക. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. തുടർന്ന് എല്ലാറ്റിന്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. ഒന്നുകൂടി പറഞ്ഞത് അവസാനം. എല്ലാറ്റിന്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. കേട്ടോ? അപ്പോ ദൈവം ഒരു പോലീസുകാരനോ പട്ടാളമോ ഒന്നുമല്ല. എല്ലാറ്റിനും പരമാധികാരമുള്ള ആളാണ്. പക്ഷെ ആ അധികാരം നമ്മളെ ശാസിക്കുന്നതിലോ നമ്മളെ ശിക്ഷിക്കുന്നതിലോ അല്ല. എന്താണ് അധികാരം? ദയ കാണിക്കുന്നത്. ദൈവത്തിന് ഒരുവനോട് ദയ കാണിക്കുന്നതില് ആരുടെയും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നു. അതാണ് ആ പരമാധികാരം. അപ്പൊ ദൈവത്തിന്റെ സർവാധിപനാണ്. സർവാധിപനാം കർത്താവ് എന്നൊക്കെ നമ്മൾ പാടുമ്പോൾ ചിട്ടാവും സർവശക്തനുമായ സർവേശ്വര എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സർവാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദയയാണ്, കരുണയാണ്. ആധിപത്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ മാനുഷികമായ ചിന്തയിൽ ലോകത്തിന്റെ ഇവിടെ നീതിയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് വേറെ ഒരു ട്രെൻഡാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. വേറെ മാനുഷികമായ എന്തോ ഒരു തത്വം. എന്നാൽ അതിന് നേരെ മറിച്ചാണ്. മനുഷ്യന്റെ നീതിക്ക് മറിച്ചാണ് അവിടെ ദൈവത്തിന്റെ നീതി. കരുണാദ്രമായ ദയ നിറഞ്ഞ ഇത് മനസ്സിലാക്കുന്നത് ജ്ഞാനത്തിന്റെ ഒരു പ്രവർത്തനമാണ്.
ജ്ഞാനം 8-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിക്കാം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ദൈവത്തോടൊത്ത് ജീവിച്ച് തന്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിന്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവ്വതും സാധ്യമാക്കുന്ന